റാണിയുടെ രോഗം മാറണമെങ്കിൽ പുലിപ്പാല് വേണമെന്ന് വൈദ്യർ പറഞ്ഞത് കേട്ട് രാജാവ് സ്തംഭിച്ചു നിന്നു. പുലിപ്പാലോ? അത് എങ്ങനെ സംഘടിപ്പിക്കും വൈദ്യരെ? റാണിയുടെ രോഗം മാറാൻ പുലിപ്പാല് അല്ലാതെ വേറെ മാർഗമില്ല. വൈദ്യര് തറപ്പിച്ചു പറഞ്ഞു. പുലിപ്പാല് കൊണ്ടുവരുന്നവർക്ക് പകുതി രാജ്യം നൽകാമെന്ന് രാജാവ് വിളംബരം ചെയ്തു. പന്തളം രാജ്യത്ത് ആരും ഇതിനായി മുന്നോട്ടു വന്നില്ല. അമ്മയുടെ ജീവന് രക്ഷിക്കുക തന്റെ പരമമായ ധർമ്മമാണെന്ന് മണികണ്ഠന് വിശ്വസിച്ചു. തന്റെ ദുർവിധിയില് രാജാവ് ഏറെ ദുഃഖിച്ചു. അപ്പോൾ അവിടെ മണികണ്ഠന് എത്തി. അച്ഛാ, ഞാന് പുലിപ്പാല് കൊണ്ടുവരാം. എനിക്ക് വനത്തില് പോകാൻ അനുമതി നൽകിയാലും. കുമാരാ, അരുത്, അങ്ങനെ പറയരുത്. നീ കാട്ടിലേക്കു പോകണ്ട. അക്കാര്യത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാന് കഴിയില്ല. അമ്മ ഇവിടെ രോഗം മൂർച്ഛിച്ചു കിടക്കുന്നു. പുലിപ്പാലിനു പോയാല് എനിക്ക് നിന്നെയും നഷ്ടമാകും. വേണ്ട മകനെ, വേണ്ട, രാജാവ് വിലക്കി. ദുഃഖിതനായ രാജാവിനെ ആശ്വസിപ്പിച്ച് മണികണ്ഠന് പറഞ്ഞു. അല്ലയോ പിതാവേ, അമ്മയുടെ രോഗം മാറ്റാന് മരുന്ന് സംഘടിപ്പിച്ചു നൽകുക മകന്റെ കടമയാണ്. അതിന് എന്നെ അനുവദിച്ചാലും. മണികണ്ഠന്റെ ഉറച്ച തീരുമാനത്തിനു മുന്നില് രാജാവ് അർദ്ധസമ്മതം മൂളി. ഒപ്പം കാട്ടാള വൃന്ദങ്ങളെയും ഭടന്മാരെയും കൂട്ടണമെന്ന് രാജാവ് നിർദ്ദേശിച്ചു. അതു വേണ്ട. കൂട്ടമായി എത്തിയാലും മൃഗങ്ങൾ ഓടിമറയും. അതിനാല് ഒറ്റയ്ക്കു പോകാന് അനുവദിക്കണമെന്ന് മണികണ്ഠന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ രാജാവ് അനുവാദം നൽകി. വില്ലും ശരവുമേന്തി മണികണ്ഠൻ ഏകനായി പുറപ്പെട്ടു. തന്റെ പ്രിയ പുത്രൻ കൺമുന്നില് നിന്നു മറയുന്നതുവരെ രാജാവ് നോക്കിനിന്നു.